പേനയും പെൻസിലും ഒക്കെ ഇട്ട് സൂക്ഷിക്കാനായിട്ട് നമ്മൾ പൗച്ച് വാങ്ങാറുണ്ടല്ലേ. ഈ പൗച്ച് നമുക്ക് വീട്ടിൽ നിർമ്മിച്ചാലോ, അതും പശ ഉപയോഗിക്കാതെ. കളർ പേപ്പർ, നൂല്, അലങ്കാര വസ്തുക്കൾ, കത്രിക, പെൻസിൽ, സ്കെയിൽ എന്നിവയാണ് ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത്. ഇത് തയ്യാറാക്കാം. അതിനായിട്ട് ഇത് തയ്യാറാക്കാൻ നമുക്ക് ഇഷ്ടമുള്ള കളർ പേപ്പർ എടുക്കാം. ഇവിടെ കുറച്ച് കട്ടിയുള്ള പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി ഈ പേപ്പറിനെ തുല്യമായി 3 അളന്നു വെക്കണം. അതിനായിട്ട് പേപ്പറിന്റെ ഒരു സൈഡിൽ സ്കെയിൽ വെക്കുക. അതിനുശേഷം 3 തുല്യ ഭാഗങ്ങളിലായിട്ട് അളന്നെടുക്കാം. അളന്ന ഈ പോയിന്റിൽ നിന്ന് ഇത് താഴേക്ക് ഇതുപോലെ വരച്ചു കൊടുക്കുക. അതിനുശേഷം ഈ വരച്ച ഭാഗം ഇങ്ങനെ 3 മടക്കാം. മടക്കി കഴിയുമ്പോൾ ഇതുപോലെ കിട്ടും. ഇതിങ്ങനെ ഒരു ത്രികോണാകൃതിയിലാണ് കിട്ടുന്നുണ്ടാവുക. നമ്മുടെ പൗച്ച് ഒരു ത്രികോണാകൃതിയിലായിരിക്കും ഉണ്ടാവുക. അപ്പോ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള സൈഡിൽ ഒരു വര വരയ്ക്കുക. അത് മടക്കണം. ഇനി ഇതിന് നേരെ എതിരുള്ള ഭാഗത്തും അതുപോലെ ലൈൻ വരയ്ക്കണം. ആ ഭാഗവും മടക്കിയെടുക്കാം. ഇപ്പൊ മടക്കുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടുന്നുണ്ടാവുക. ഇനി ഇതിന്റെ 2 അറ്റത്തെയും സൈഡുകൾ ഇതുപോലെ വെട്ടി മാറ്റാം. ഇപ്പൊ നമുക്ക് ത്രികോണാകൃതിയിൽ 2 സൈഡിന്റെ അറ്റവും കിട്ടിയിട്ടുണ്ടാവും. ഇനി ഇതിങ്ങനെ മടക്കാം. എന്നിട്ട് 2 സൈഡും മടക്കി ഒന്ന് കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മുടെ പൗച്ച് ഇരിക്കുന്നുണ്ടാവുക. ഇനി ഇതിന്റെ ത്രികോണാകൃതിയിൽ മുറിച്ച ഭാഗത്തായിട്ട് പഞ്ചിങ് മെഷീൻ കൊണ്ട് ഒരു ഹോൾ ഉണ്ടാക്കുക. ഇതിന്റെ 2 അറ്റത്തും ഉണ്ടാക്കണം. അതുപോലെ തന്നെ ബാക്കിയുള്ള 4 സൈഡുകളിലും ഇതുപോലെ പഞ്ചിങ് മെഷീൻ വെച്ച് ഹോൾ ഉണ്ടാക്കണം. ഇനി ഇതിന് ശേഷം നമുക്കൊരു നൂല് വേണം. ഈ നൂല് കൊണ്ട് ഇതിങ്ങനെയെല്ലാം കണക്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അറ്റം ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ പൗച്ച് ഈസി ആയിട്ട് അടയ്ക്കാം. ഇനി നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാം. അതിനായിട്ട് ഇതിന്റെ സൈഡുകളിലായിട്ട് ഡിസൈൻ ഉള്ള സെല്ലോ ടേപ്പ് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ പശയൊന്നും ഉപയോഗിക്കാതെ വളരെ എളുപ്പത്തിൽ നമ്മുടെ പൗച്ച് തയ്യാറായിട്ടുണ്ട്. ഇതിൽ ഇതുപോലെ പേനയും പെൻസിലും ഒക്കെ ഇട്ട് സൂക്ഷിക്കാവുന്നതാണ്. അങ്ങനെ നിങ്ങളും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. സ്റ്റേപ്ലറിന്റെയോ അല്ലെങ്കിൽ പശയുടെയോ ഒന്നും ആവശ്യമില്ലാതെ നമുക്ക് തയ്യാറാക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.